പണ്ടുള്ള കാരണന്മാർ ഇവിടെ ഉള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഇവര് വിട്ടിട്ട് ഇവര് വീട്ടിലോട്ട് പോരുമ്പം നരി പിടിക്കും. ഈ പ്രദേശം വിറ്റുപോകും എന്നുള്ള നിലയിലായപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കെ രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രദേശവാസിയായ രാധേട്ടൻ ഒന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിന് ഇത്തിരി കൂടിയും പുരോഗതിയാണ്. ഞങ്ങളുടെ അല്ല, രാധേട്ടൻ്റെയും കൂടിയുള്ളതാണ്. അത് അടുത്ത് തന്നെയാണല്ലോ രാധേട്ടൻ്റെ വീട്. അപ്പോൾ ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചേലക്കരയിലെ തോന്നൂർക്കരയിലുള്ള നരിമട എന്ന ക്ഷേത്രത്തിലാണ് ഞാനിന്നുള്ളത്. ലോക്സഭയിൽ CPM നയിക്കുന്ന കെ രാധാകൃഷ്ണൻ്റെ വീട് ഈ ക്ഷേത്രത്തിനടുത്താണ്. നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുപ്രവർത്തക കൂടിയായ ശാലിനി ദാസാണ്. നമുക്ക് ശാലിനി ദാസിലേക്ക് പോകാം. ചേലക്കരയിലെ തോന്നൂർക്കര എന്ന പ്രദേശത്തുള്ള നരിമട എന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ശാലിനി, ഈ പ്രദേശത്തെ കുറിച്ച് എന്താണ് ശാലിനി മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ പ്രത്യേകിച്ച് നരിമട എന്നുള്ള പേര്, നരിമട എന്ന ക്ഷേത്രത്തിന്റെ പേരൊക്കെ ഈ നരിമട എന്ന ക്ഷേത്രത്തിന് പേര് വരാൻ തന്നെ കാരണം ഈ നരികൾ ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളുടെ ആടിനെ എല്ലാം പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്കാണ് ഇത് നരിമടയാണ്. ഈ മടയിൽ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ നിറയെ കാട് പ്രദേശങ്ങളായിരുന്നു. ഈ കാട്ടുപ്രദേശത്ത് വന്നിട്ടാണ് ഈ നരികൾ അവരെ പിടിച്ചു തിന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് നരിമട എന്ന് പേരിടാൻ തന്നെ കാരണം. ആ കാലങ്ങളിലെ ഈ കുട്ടികളെല്ലാം ഇവിടെ കളിച്ചു നടക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ നിന്ന് പായസത്തിന് ഉള്ള അരിയും ശർക്കരയും നാളികേരം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ പായസം വെച്ച് അവരും കഴിക്കും, കുറച്ച് മാത്രം അവരുടെ വീടുകളിലേക്കും കൊണ്ടുവരുന്ന പതിവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വരാതായി. അതിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ തീയും പുകയും എല്ലാം കാണുമ്പോൾ നമ്മുടെ വന്യമൃഗങ്ങളെല്ലാം നമ്മളുടെ ഈ കാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഒരു പതിവുണ്ടല്ലോ, ഓൾറെഡി അങ്ങനത്തെ ഒരു പതിവുണ്ടല്ലോ. അത് കാരണം ഇവിടെ ഈ തീയും പുകയും കണ്ടപ്പോൾ നരികളെല്ലാം ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന് പറയാം. നമുക്ക് നരികളാണ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാ വന്യമൃഗവും ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഈ പ്രദേശത്തെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വന്നിരുന്ന സമയത്ത് നട്ടുപിടിപ്പിച്ചതാണ് ഈ ആല്. ഈ ആല് വലുതായി ഇപ്പോൾ 90 വർഷമായി ഇത്രയും വലിയ ആലായി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിലാണ് അവർ കല്ല് വെച്ചതും പായസം ഉണ്ടാക്കിയതും പൂജ നടത്തി എന്ന് പറയുന്നതും. പൂജ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ചൂടും പുകയും കണ്ടിട്ടാണ് ഇവിടുത്തെ നരികൾ ഇവിടെ നിന്ന് പോയതെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? വിഷുവേലയാണ് ഇവിടുത്തെ പ്രാധാന്യം. വിഷുവേലയ്ക്ക് 5 ദേശക്കാരുണ്ട്. 5 ദേശക്കാരും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. കാളേനെ കൊണ്ടുവരാ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. കാളയാണ് മെയിൻ. അതായത് അന്തിമാളംകാവിലെ അതേ തന്നെയാണ് ഇവിടെയും ഇവിടെയും കൂടുതൽ നമ്മളെ വിശേഷങ്ങൾ കാണുന്നത്. 5 ദേശക്കാർക്കും പ്രധാന വ്യത്യസ്ത കാളകൾ ഉണ്ടാവും. എല്ലാവരും നല്ല സഹകരണമാണ് 5 ദേശക്കാരും. ആദ്യകാലങ്ങളിൽ ഇവിടെ നല്ല ഭംഗിയായിരുന്നു. ഈ മുറ്റത്തൊക്കെ നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ കാണാണ്ട് ഇപ്പൊ മരത്തിന്റെ ഇതൊക്കെ. ഇപ്പൊ വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ നരിമട എന്ന് പറയുന്ന ഈ അമ്പലത്തിന്റെ ഇപ്പൊ കുറെ ഭാഗങ്ങൾ പുതിയ ആധുനിക രീതിയിലേക്ക് മാറ്റിയതുകൊണ്ടാണ് ഇവിടെ ഇത്ര അധികം വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തത്. നല്ല വൃക്ഷങ്ങളോട് കൂടിയ ഈ നരിമട എന്ന് പറയുന്ന സ്ഥലം പണ്ട് നരികൾ വന്നിരുന്നു എന്നതിൽ നമുക്ക് അതിശയിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും തിങ്ങി നിറഞ്ഞ മരങ്ങളായിരുന്നു. അങ്ങോട്ടൊരു പറമ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറെ മരങ്ങൾ ഇപ്പൊ വെട്ടിക്കളഞ്ഞു. അമ്പലത്തിനൊന്ന് കുറച്ചും കൂടി വിസ്തൃതിയാക്കി. അത് വേലയൊക്കെ നടത്താനുള്ള സൗകര്യത്തിനായിരിക്കുന്നു തോന്നുന്നു. കുറച്ച് ഒഴിഞ്ഞ പറമ്പ് പോലെ കുറച്ച് ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും ഇപ്പോഴും വളരെ ഭംഗിയോടുകൂടി നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള പറമ്പുകളിലും നിറയെ മരങ്ങളുണ്ട്. ഈ റോഡുകൾ എന്ന് പറഞ്ഞത് വളരെ ചെറുതാണ്. ഞങ്ങളുടെ തൃശ്ശൂരിലൊക്കെ ഇതൊരു ഊടുവഴി എന്നാണ് പറയുക. ഇപ്പോഴും ഇവിടെ ആ പഴയ ഗ്രാമീണത അതേപോലെ തന്നെ നിലനിൽക്കുന്നു. മൂലസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ ആദ്യമായിട്ട് ഇവിടെയാണ് കുടിയിരുന്നത്. പിന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടം ചെറിയ കുട്ടികളെയാണ്. പിന്നെ ഭക്തജനങ്ങൾ വന്നിട്ട് ഇവിടെ പായസം വയ്ക്കുക, അത് നേദിക്കുക, അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരിടയ്ക്ക് അത് നിർത്തിവെച്ചു. പിന്നീട് അമ്പലം വന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ വേറെ പ്രതിഷ്ഠകളൊക്കെ ആയി. അപ്പോൾ ആ ആചാരങ്ങളങ്ങോട്ട് നിർത്തിവെച്ചു. ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വെച്ചപ്പോൾ പറയണത് അത് തുടരണം എന്നാണ് പറയണത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടം പഴയ ഇതുകൾ തന്നെയാണ്.
പായസം വയ്ക്കൽ, നേദിക്കൽ, കുട്ടികൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രദേശവാസിയായ രാധേട്ടൻ ഒന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ അമ്പലത്തിന് ഇത്തിരി കൂടിയും പുരോഗതി, ഞങ്ങളുടെ അല്ല രാധേട്ടൻ്റെയും കൂടിയുള്ളതാണ്. അത് അടുത്ത് തന്നെയാണല്ലോ രാധേട്ടൻ്റെ വീട്. അപ്പോൾ ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ തിരുമേനി വന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമുക്കത് പോരാ, കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നടപ്പുര പണിയണം, പിന്നെ മണ്ണിട്ട് കുറച്ചും കൂടി നികത്താനുണ്ട്. ആകെ താന്നിട്ടല്ലേ കിടക്കണേ, അതിർത്തി തിരിക്കാനുണ്ട്. അപ്പം ഇതിനൊക്കെ പൈസ ചിലവുണ്ടല്ലോ. രാധേട്ടൻ അത് വിചാരിച്ച് നടത്തി തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. താങ്ക് യു ശാലിനി, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ശാലിനി പറഞ്ഞ പോലെ തന്നെ വളരെ ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് ചേലക്കരയുടെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ തോന്നൂർക്കരയാണ് ഈ അമ്പലം ഉള്ളത്. ഒരു കാലത്ത് വന്യമൃഗങ്ങളൊക്കെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ഭക്തിസാന്ദ്രമായൊരു പ്രദേശമായി തീരുന്നതിൽ ചെറുതല്ലാത്തൊരു പങ്ക് സഖാവ് കെ രാധാകൃഷ്ണനുണ്ട്. മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്ക്